ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിനുണ്ടായ വിലക്കുറവ് വൻ നേട്ടമാക്കി ഇന്ത്യ. എണ്ണവില $70 താഴേക്ക് പോയതോടെ നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ചിലവിൽ ഏകദേശം 1.8 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടാകുമെന്ന് വ്യവസായ വിദഗ്ധരും സർക്കാർ വൃത്തങ്ങളും പറയുന്നു. ഈ ലാഭം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കും, വിദേശ നാണ്യ ശേഖരം വർദ്ധിപ്പിക്കും, അതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ശക്തിപ്പെടുത്തുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ. തങ്ങളുടെ ക്രൂഡ് ഓയിൽ ആവശ്യങ്ങളുടെ 88% പ്രകൃതിവാതക ഉപഭോഗത്തിന്റെ 51% രാജ്യം ഇറക്കുമതി ചെയ്യുകയാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കായി മാത്രം $137 ബില്യൺ ഇന്ത്യ ചിലവഴിച്ചത്. മുൻ വർഷത്തെ $133 ബില്യൺ അപേക്ഷിച്ച് അളവിൽ $4 ബില്യൺ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ വില ഒരു ബാരലിന് $1 കുറയുമ്പോൾ ഇന്ത്യയുടെ ഇറക്കുമതി ചിലവിൽ വർഷം തോറും ഏകദേശം 13,000 കോടി രൂപ ലാഭിക്കാനാകും. അതായത് ക്രൂഡ് ഓയിൽ വില കുറയുന്നത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള എണ്ണ ഉൽപാദക രാജ്യങ്ങൾക്ക് തിരിച്ചടിയാകുമ്പോൾ ഇന്ത്യയും ചൈനയും അടങ്ങുന്ന ഉപഭോഗ രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമായി മാറുന്നു. പ്രകൃതിവാതക ഇറക്കുമതിക്ക് $15 ബില്യൺ ചിലവായി. 2023-24 $13 ബില്യൺ അപേക്ഷിച്ച് $2 ബില്യൺ വർധനവ്. ആഗോള എണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഇന്ത്യയെ വലിയ തോതിൽ ബാധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അതായത് ഇറക്കുമതി ചിലവ് ഉയർത്തുന്നത് വ്യാപാര കമ്മിയും കറന്റ് അക്കൗണ്ട് കമ്മിയും ഉയർത്തുന്നു. എന്നാൽ ആഗോള എണ്ണവിലയിലെ സമീപകാല ഇടിവ് ഇന്ത്യക്ക് നൽകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല. ആഗോള ക്രൂഡ് ഓയിൽ വിലയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ശ്രദ്ധേയമായ ഇടിവാണ് രേഖപ്പെടുത്തിയത്. 2024 നവംബറിൽ ബ്രന്റ് ക്രൂഡ് ഫ്യൂച്ചേഴ്സ് ഒരു ബാരലിന് ഏകദേശം $72.02 താഴ്ന്നു. ചൈന പോലുള്ള പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ നിന്നുള്ള വ്യാവസായിക ഉപഭോക്തൃ ഡിമാൻഡ് കുറഞ്ഞതാണ് എണ്ണവിലയെ താഴേക്ക് നയിച്ച പ്രധാന ഘടകം. അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2025 ആഗോള എണ്ണ വിതരണം പ്രതിദിനം 1.7 മില്യൺ ബാരൽ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആഗോള വിപണിയിലെ വിലയിടിവിന്റെ നല്ല വാർത്തകൾക്കിടയിലും ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. 2024-25 ഇന്ത്യയുടെ ആഭ്യന്തര ക്രൂഡ് ഓയിൽ ഉൽപാദനം 2.5% കുറഞ്ഞ് 26.5 മില്യൺ മെട്രിക് ടൺ ആയപ്പോൾ പ്രകൃതിവാതക ഉൽപാദനം 1% കുറഞ്ഞ് 36.1 ബില്യൺ ക്യൂബിക് മീറ്റർ ആയി. ഇത് കാരണം ഇറക്കുമതിയെ കൂടുതലായി ആശ്രയിക്കേണ്ടി വരുന്നു. കുറഞ്ഞ വിലയിൽ നിന്നുള്ള ലാഭത്തിന്റെ ഒരു ഭാഗം ഇതുമൂലം ഇല്ലാതാകുന്നു. ആഗോള എണ്ണവില കുറയുന്നുണ്ടെങ്കിലും റഷ്യൻ എണ്ണയ്ക്ക് US ഉപരോധവും OPEC+ ഉൽപാദന തീരുമാനങ്ങളും ഉൾപ്പെടെയുള്ള ഭൗമരാഷ്ട്രീയ സംഭവങ്ങൾ ഭാവിയിൽ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കിയേക്കാം. അതേസമയം അടുത്ത 2-3 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ റിഫൈനിംഗ് ശേഷി 22% വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 ലക്ഷം കോടി രൂപയുടെ രത്നഗിരി റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽസ് ലിമിറ്റഡ് പോലുള്ള പദ്ധതികളിലൂടെ ആഭ്യന്തര ഇന്ധന ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നു.